ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഡെസ്കൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. കുറേ സാധനം, കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാൻ വൃത്തിയാക്കാറേ ഇല്ലായിരുന്നു. കാരണം എൻ്റെ പഠിക്കാനുള്ള പുസ്തകം ഒന്ന് എടുക്കും, പോവും, പഠിക്കും, എന്നിട്ട് തിരിച്ചു വരും. ഇവിടെ നിന്നും പഠിക്കാനൊന്നും ഇല്ല. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കും, പോയി കട്ടിലിരുന്ന് പഠിക്കും, അങ്ങനെയായിരുന്നു. അതിനുശേഷം എൻ്റെ കുറേ പേനാസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പേനാസൊക്കെ ഒരെണ്ണത്തിലൊക്കെ ആക്കി വൃത്തിയായിട്ടൊക്കെ വെച്ചു. സത്യം പറഞ്ഞാൽ ഈ ഡ്രസ്സൊന്നും ഇട്ടല്ലേ ഞാൻ വീട്ടിൽ നിൽക്കാറ്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടത്, അല്ലാതെ അങ്ങനെ ഇടാറില്ല ഗേസ്. ഈ സാധനത്തിനാണ് നമ്മൾ എൻ്റെ സ്റ്റാൻഡായിട്ട് ഞാൻ ഇങ്ങനെ കൈയൊക്കെ മാത്രം കാണിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. എൻ്റെ പുറത്തൊരു പേപ്പർ വെച്ചാണ് എടുക്കാറ്. അതിൻ്റെ അകത്ത് എനിക്ക് ജേർണലിങ്ങിന് പെട്ടെന്ന് ആവശ്യം വരുന്ന സപ്ലൈസൊക്കെയാണ് ഉള്ളത് കേട്ടോ. കണ്ണാടി, സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ സ്റ്റിക്കി നോട്ട്, അങ്ങനത്തെ ഐറ്റംസ്. ആ പേപ്പർ വെച്ചാണ് നിങ്ങളാണ് ബേസിൻ്റെ ലാമ്പ് പൊട്ടിപ്പോയി. വിഷമമൊന്നുമില്ല, എന്നാലും ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഏരിയ വൃത്തിയാക്കിയപ്പോഴാണ് ഞാൻ അപ്പുറത്ത് ബാക്ക് സൈഡിൽ വൃത്തിക്കണ്ടത്. ഇതൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയാണെന്ന് കാണില്ല. പിന്നെ എനിക്ക് പണ്ട് കുറേ എൻ്റെ ക്ലാസ്സിൽ ദേവിക എന്ന് പറയുന്നത് വിളിച്ചിട്ടുണ്ട്. അവൾക്ക് സ്റ്റിക്കർ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവളെ കോപ്പി അടിച്ച് ഞാൻ അങ്ങനെ സ്റ്റിക്കർ കളക്ഷൻ തുടങ്ങി. അതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോഴും ആ ഒരു കുഞ്ഞു ബാഗ് കണ്ടില്ലേ, അത് മുഴുവൻ സ്റ്റിക്കേഴ്സാണ്, കാവായി സ്റ്റിക്കേഴ്സ്. ബാക്കിയൊക്കെ ഞാൻ കടയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വാങ്ങുന്ന സ്റ്റിക്കേഴ്സ്. ഇത് തുറക്കുമ്പോൾ സത്യം പറഞ്ഞ് ഇത്രയും സ്റ്റിക്കേഴ്സാണ് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. കുറേ സ്റ്റിക്കേഴ്സുണ്ട്. അപ്പം ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ എവിടേക്ക് മീൻസ് ഞാൻ പറഞ്ഞു എന്നാൽ പെട്ടിക്കകത്തിരിക്കുന്നത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ മെയിനായിട്ട്. ഇതെൻ്റെ അമ്മയും ഇത് എൻ്റെ ഫ്രണ്ട്സ് എന്ന സ്റ്റിക്കറാട്ടോ. പിന്നെ ഇതും എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് പെൻ കേട്ടോ. അങ്ങനെ കുറച്ച് എറേസേഴ്സ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞാണ് പള്ളിയിൽ പെരുന്നാളൊക്കെ ആയപ്പോൾ പോയപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ കേട്ടോ. കഴിഞ്ഞ വർഷമാണത്, സോറി. ആ ഏരിയ അങ്ങ് മുഴുവൻ വൃത്തിയാക്കിയിട്ട് പിന്നെ വീണ്ടും ആ എടുത്ത സാധനങ്ങൾ തിരിച്ചേക്കണ്ടേ. ആ നീല പേപ്പർ ഞങ്ങൾക്ക് BS തിക്നെസ് പേപ്പർ അങ്ങാണ്ട് BS എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ ക്ലീൻ ആക്കുന്നതന്നെ എനിക്ക് തോന്നുന്നു 1.5 ഡേ യൂസായി, 1 മണിക്കൂറൊക്കെയും യൂസായിരിക്കുമെന്ന്. അപ്പം പിന്നെ ആവശ്യമുള്ളത് കുറേ പേപ്പർ ഞാൻ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ പേന ഞാൻ വെച്ചിരുന്ന സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തുണ്ടാകുന്ന വെച്ചാൽ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.